അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ടൈം ബ്രേക്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെ വാട്സപ്പ് സ്റ്റിക്കേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാണ്. അപ്പോൾ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിന് തന്നെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേര് സ്റ്റിക്കർലി എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ പ്ലേ സ്റ്റോറിൽ സ്റ്റിക്കർലി എന്ന് സെർച്ച് ചെയ്യാം. സ്റ്റിക്കർ മേക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ആ ഫസ്റ്റ് തന്നെ കാണുന്ന ആപ്ലിക്കേഷൻ, അതായത് സ്റ്റിക്കർലി ഡോട്ട് സ്റ്റിക്കർ മേക്കിംഗ് വാട്സപ്പ് ആപ്പ് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യും. ഞാൻ മുമ്പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ പ്ലസ് ബട്ടൺ കാണും ഏറ്റവും ബോട്ടായിട്ട് ഒരു നീല പ്ലസ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഗാലറി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗാലറിയിലെ ഫോട്ടോസ് കൊണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ രജിത് സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ആപ്ലിക്കേഷനിൽ പോയി. ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ഹെഡ് മാത്രം കട്ട് ചെയ്ത് തരും. മാനുവലാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് തന്നെ കട്ട് ചെയ്യാം. ക്രോപ്പ് ആണെങ്കിൽ അത് സ്ക്വയറൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹെഡ് മാത്രം വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ രജിത് സാർ എന്ന് എഴുതാൻ പോവാം. ഇപ്പം ഞാൻ ഡോക്ടർ രജിത്ത് എന്നാണ് എഴുതിയത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണ്ടെങ്കിൽ അടിയിൽ റിമൂവ് എന്നുള്ള ഡ്രാഗ് ടു റിമൂവ് എന്നുള്ളതിലേക്ക് ഡ്രാഗ് ടു ഡിലീറ്റ് എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഡിലീറ്റ് ആയി പോയിക്കോളും. അപ്പോൾ വീണ്ടും ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാം. രജിത് സാർ എന്നാ, രജിത് സാർ ഫാൻ എന്നാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യണത്. ആൻഡ് ആ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സേവ് ആയിക്കോളും. ഏറ്റവും മുകളിൽ റൈറ്റിലായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുക, ലോഡിംഗ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ കുറേ ടൈപ്പ് ചെയ്യാൻ അതൊന്നും ചെയ്യണ്ട. നേരെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ലോഡിംഗ് ആണ്. ഒരു സെക്കൻഡ് അടിച്ചറിഞ്ഞു നിങ്ങൾ, കുറച്ച് നേരം പിടിക്കും. ഇപ്പോൾ ഇത് ലോഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മുമ്പേ ചെയ്ത 2 വന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ചെയ്തതും ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ചെയ്തതും. ഇപ്പോൾ ഇത് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും റൈറ്റിലാണത്.